രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന്റെ അധ്യക്ഷൻ സഖാവ് യു.ടി. രാമകൃഷ്ണൻ, ഇവിടെ സന്നിധരായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ്, നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് സദീഖ, ജില്ലാ സെക്രട്ടറി സഖാവ് സുരേഷ് ബാബു, നമ്മുടെ MLA കൂടിയായ സഖാവ് പ്രേംകുമാർ, നമ്മുടെ ആർഷോ, നമ്മുടെ റിയാസുദ്ദീൻ, നാരായണൻകുട്ടി, മറ്റ് നേതാക്കളെ, നമ്മുടെ മണ്ണാർക്കാട്ട് നമ്മുടെ പാർട്ടി ഒരുപാട് രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളും പൊതുയോഗങ്ങളും ഇതിനു മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ യോഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു യോഗമാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ പാർട്ടി നിന്ന് ആശയരാഷ്ട്രീയ വിഷയങ്ങളിലെ അല്ലെങ്കിൽ സംഘടനാപരമായ തർക്കങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ചിലരൊക്കെ പാർട്ടിയിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുകയും പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് അതിനിടയായ കാര്യങ്ങൾ ജനങ്ങളുമായി ആശയവിനിമയം ചെയ്യുകയും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മള് പുറത്താക്കിയത് ഒരു വലിയ നേതാവിനെ അല്ല. ഇവിടെ നായാടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള 2 ബ്രാഞ്ചിലെ ഒരു ബ്രാഞ്ചിലെ അംഗമായ TK ശശി. അപ്പൊ ഒരു ബ്രാഞ്ച് അംഗത്തെ പുറത്താക്കിയെ സംബന്ധിച്ചുള്ള യോഗമാണ്. അവിടെയാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം ആക്കിയത്, പേര് മാറ്റിക്കളഞ്ഞപ്പോൾ. അപ്പൊ ഒരു ബ്രാഞ്ച് അംഗത്തെയാണ് നമ്മൾ പുറത്താക്കിയത്. ഈ ബ്രാഞ്ച് അംഗം, അദ്ദേഹത്തിന്റെ പ്രത്യേകത, സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നമ്മൾ ഒന്ന് നന്നായി പ്രവർത്തിച്ചാൽ നമ്മളെ പാർട്ടിയിൽ നല്ല പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ ബ്രാഞ്ചിൽ ലോക്കൽ കമ്മിറ്റിയിലേക്ക് എടുക്കും. കുറച്ചും കൂടി നന്നായിട്ട് പ്രവർത്തിച്ചാൽ ഏരിയ കമ്മിറ്റിയിൽ എടുക്കും. ഓരോ പ്രവർത്തനവും ഓരോ ഉത്തരവാദിത്തം. നിങ്ങൾ ഇത് പോലീസിൽ അല്ലെങ്കിൽ പിന്നെ വില്ലേജ് ഓഫീസിലെ കോൽക്കാരൻ വില്ലേജ് ഓഫീസറായി അവിടുന്ന് തഹസിൽദാരായി അങ്ങനെ പോണ പ്രൊമോഷൻ അല്ല. ഓരോ പാർട്ടിയിൽ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി പറഞ്ഞാൽ എളുപ്പം നീരിക്കണ്ട, പണി കുറച്ച് കൂടും. അപ്പോ LC നന്നായി പ്രവർത്തിച്ചാൽ ഏരിയ കമ്മിറ്റിയിൽ എടുക്കാം, ജില്ലാ കമ്മിറ്റിയിൽ എടുക്കും, അങ്ങനെ ഉയർന്ന കമ്മിറ്റികളിലേക്ക് എടുക്കും. നമ്മുടെ ഈ സഖാവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അദ്ദേഹത്തെ ഉയർന്ന കമ്മിറ്റിക്ക് എടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ താഴെ കമ്മിറ്റിക്ക് എത്താനുള്ള അനിതര സാധാരണമായ കഴിവുണ്ട്. അതാ സംഭവിച്ചത്. 50 കൊല്ലം പാർട്ടി പ്രവർത്തിച്ചിട്ട് പുറത്താക്കുന്ന നേരത്ത് ബ്രാഞ്ചിലാ സംഗതി. 50 കൊല്ല പാർട്ടിയിൽ, അരനൂറ്റാണ്ട് പ്രവർത്തിച്ചിട്ട് അവസാനം ബ്രാഞ്ചിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ചില ആൾക്ക് നമ്മളെ പാർട്ടി ആരും പുറത്താക്കാനുള്ള ഒരു പാർട്ടിയല്ല. നിങ്ങളത് തെറ്റിദ്ധരിക്കരുത്. പാർട്ടി ചേർന്നു, അപ്പോ തെറ്റ് ചെയ്തു, പുറത്താക്കി. പാർട്ടി ചേർന്നു, തെറ്റ് ചെയ്തു, തിരുത്തി. അങ്ങനെ തെറ്റ് ചെയ്യുക, തിരുത്തുക, പിന്നെ അങ്ങനെ പുറത്താക്കുക. പാർട്ടി തെറ്റ് ചെയ്യുന്നവരുടെ പാർട്ടിയല്ല. പാർട്ടിയിൽ തെറ്റു തിരുത്തൽ രേഖ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തതയുള്ള ഒരു പാർട്ടിയാണ് നമ്മുടേത്. നമ്മുടെ പാർട്ടി വ്യത്യസ്തയുള്ള പാർട്ടിയാവുന്നത് നമ്മുടെ പാർട്ടിക്ക് ഒരു ലക്ഷ്യബോധമുള്ളതുകൊണ്ടാണ്. ആർക്കും സംശയം ഉണ്ടാവരുത്, ഈ പാർട്ടി ഉടമസ്ഥന്മാരുള്ള പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ ഉടമസ്ഥന്മാർ എന്റെ മുന്നിലിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ്. അവരുടെ പാർട്ടിയാണ്. അവരുടെ പാർട്ടിയാകുമ്പോ ആ പാർട്ടി നല്ല നിലയിൽ മുന്നോട്ട് പോകണം എപ്പോഴും. കാരണം പാവപ്പെട്ട ഒരു മനുഷ്യർക്ക് നമ്മുടെ ഒരു പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി, പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായി, പാർട്ടി നേതാക്കന്മാരുടെ പെരുമാറ്റത്തിന്റെ ഭാഗമായി ഈ പാർട്ടിയെ ജനങ്ങളുടെ മുന്നിൽ അവർക്കതിനെ ഡിഫെൻഡ് ചെയ്യണം, പ്രതിരോധിക്കണം. പാർട്ടിയെ തെരുവിൽ വർഗ ശത്രുക്കൾ ആക്രമിക്കുന്ന സമയത്ത് ഈ പാർട്ടിയെ പാവപ്പെട്ട സഖാവിന് പ്രതിരോധിച്ച് സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് എപ്പോഴും ആ ജാഗ്രത പുലർത്തണം. എന്റെ പ്രവർത്തനം കൊണ്ട് പാർട്ടിക്ക് ദോഷം ഉണ്ടാവരുത്. നമ്മുടെ താഴെ സഖാക്കൾക്ക് പാർട്ടിയെ പ്രതിരോധിക്കാൻ വിഷമം ഉണ്ടാവരുത്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ആ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായിട്ട് പാർട്ടി ബൂർഷ്വാ സമൂഹത്തിൽ ജീവിക്കുക. നാം ജീവിക്കുന്ന സമൂഹം മുതലാളിത്ത സമൂഹമാണ്. ഈ മുതലാളിത്ത സമൂഹത്തിന്റെ തകരാറുകൾ പാർട്ടിയിലേക്കും വരാം. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ.
ആ തകരാറ് പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. ആ സമൂഹത്തിന്റെ തകരാറ് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ തിരുത്തിക്കണം. അതിന്റെ ഭാഗമായി വരുന്ന പെശക. അല്ലാതെ പാർട്ടിക്കകത്ത് പാർട്ടി ഇങ്ങനെ രാവിലെ തെറ്റ് ചെയ്യാം, ഉച്ചയ്ക്ക് തിരുത്തുക, വൈകുന്നേരം തെറ്റ് ചെയ്യാം, രാത്രി തിരുത്തുക, അങ്ങനെ വിചാരിക്കരുത്. തെറ്റിന് സാധ്യതയുള്ള ഒരു സമൂഹത്തിൽ പാർട്ടി പ്രവർത്തനം നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വന്നു ചേരാനിടയുള്ള തകരാറുകളെ സംബന്ധിച്ച് നിരന്തരം അവരെ ജാഗ്രതപ്പെടുത്തി അത്തരം ആപത്തുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള നിലയിലാണ് നമ്മൾ തെറ്റുതിരുത്തുക. തെറ്റുതിരുത്തൽ രേഖ നമ്മുടെ പാർട്ടിയിലുണ്ട്. നിരന്തരമായി നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. കമ്മ്യൂണിസ്റ്റ് ദിവസം രാവിലെ 2 തെറ്റ് ചെയ്യുക, 3-ാം ദിവസം തിരുത്തുക, അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൽ വൈകല്യങ്ങൾ വരാതിരിക്കാനുള്ള ജാഗ്രതയിലേക്ക് സഖാക്കളെ കൊണ്ടുപോകാനാണ് നമ്മൾ എപ്പോഴും പരിശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു തെറ്റ് പറ്റിയാൽ നമ്മളെ ശ്രമം എന്താ? അയാളെ ശരിയാക്കലാണ്, തെറ്റു തിരുത്തിക്കലാണ്. ഇപ്പോ ശശിയെ കുറിച്ച് ഞാൻ വന്നപ്പോ ഞാൻ ചോദിച്ചു, ഈ PK ശശിയുടെ പേരിൽ എത്ര നടപടി എടുത്തു? 6 നടപടി എടുത്ത്. എനിക്കറിയാം, ഞാൻ അധികം തോന്നി. അപ്പൊ സംഗതി എനിക്ക് മനസ്സിലായല്ലോ. ഞാൻ ഈ 6 നടപടി എടുത്തു പറഞ്ഞാൽ എന്താ? തെറ്റു തിരുത്തൽ പ്രക്രിയ കൂടിയാ ഈ പോക്ക് മുഴുവൻ. തെറ്റുതിരുത്തൽ പ്രക്രിയ കൂടിയാ പോയത്. പക്ഷെ 1/2 നൂറ്റാണ്ടായിട്ടും തെറ്റ് തിരുത്താൻ അറിയാത്ത ഒരാളാണെങ്കിൽ പിന്നെ അയാൾക്കുള്ള ഒരു സ്ഥലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, UDF പോലെയുള്ള വിരുദ്ധന്മാരുടെ സ്ഥലമാണ്. അവർക്ക് അവിടെ സ്ഥിരമായിട്ട് അങ്ങനെ പോവാം. അവർക്കുള്ള സ്ഥലം അതാ, അല്ലെങ്കിൽ മറ്റൊന്നാണ്, അല്ലെങ്കിൽ വർഗ ശത്രുവിന്റെ സ്ഥലമാണ്. UDF ഒന്നും കൂട്ടുണ്ടാവും, ഏത് പാർട്ടി അത് നമുക്ക് പറയാൻ പറ്റില്ല. വർഗ ശത്രുവിന്റെ സ്ഥലത്ത് അവർ ചെന്നെത്തും. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാളെ ഇപ്പോ പല പല പെശക് സംഭവിച്ചു എന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് ചോദിക്കാലോ, എന്നാ പിന്നെ എന്തെങ്കിലും ഇയാളോട് നിന്നു. സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ശ്രമിക്കുക എന്താ? നമ്മൾ ഒരാളെയും തകരാറൊക്കെ കണ്ട് ഒഴിവാക്കുക. ഒരാള് നീ വേട്ടവിടെ, അതൊന്നും പാർട്ടിയിൽ കേട്ടോ. പാർട്ടി എപ്പോഴും നോക്കും ഇദ്ദേഹത്തെ തിരുത്തിച്ച് നമുക്ക് നമ്മുടെ പാർട്ടിക്ക് മുതൽക്കൂട്ടാക്കാവുന്ന ഒരു പ്രവർത്തനം നടത്താനാകുമെന്ന്. നിർഭാഗ്യവശാൽ നമ്മുടെ ഈ കഥാപാത്രത്തിന് അങ്ങനെ ഒരിക്കലും പറ്റില്ല എന്ന് അദ്ദേഹം ഈ മണ്ണാർക്കാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഉണ്ടായ സംഭവം. നിങ്ങൾക്ക് മനസ്സിലായി, ഇതിപ്പോ വല്ലാത്തൊരു സംഭവമാണല്ലോ ഇവിടെ സംഭവിച്ചു പോയിരിക്കുന്നത്. നമ്മൾ കണ്ടത് ഈ PK ശശിക്ക് നമ്മുടെ പാർട്ടി അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു, MLA ആയിരുന്നല്ലോ. MLA ആയിരുന്നു. MLA എന്ന് പറഞ്ഞാൽ ഏത് നിയോജകമണ്ഡലത്തിനാ മത്സരിച്ചേ? മണ്ണാർക്കാട്ടിൽ നിന്നാണോ ശശി MLA ഇത്? മണ്ണാർക്കാട്ട് ശശി മത്സരിച്ച MLA ആവോ? മണ്ണാർക്കാട്ടൊന്ന് മത്സരിച്ചു നോക്കട്ടെ. ആവില്ലല്ലോ. ആവൂലെന്നേ. പറയാൻ ബുദ്ധിമുട്ടായ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ അത്ര എളുപ്പമല്ലാതെ. പാർട്ടി എന്താ ചെയ്ത്? ഈ സംസ്ഥാനത്ത് നമുക്ക് മത്സരിച്ചാൽ 1ാമതെത്തുന്ന നിയോജകമണ്ഡലത്തിലാണ് PK ശശിയെ നമ്മൾ മത്സരിപ്പിച്ചത്. ശശിക്ക് ഒരു ഗുണമുണ്ട്. എന്താണ്? 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അവിടെ മത്സരിപ്പിക്കാൻ പറ്റാത്ത ഒരാളായി മാറാനുള്ള അനിതര സാധാരണമായ കഴിവുണ്ട്. അവിടെ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 2ാമത് മത്സരിപ്പിക്കാൻ പറ്റില്ല. നമ്മളെ പെശ കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ഗുണം കൊണ്ടാണ് അദ്ദേഹത്തിനെ വീണ്ടും നമുക്ക് മത്സരിപ്പിക്കാൻ പറ്റാതിരുന്നത്. പാർട്ടി എന്ത് സമീപനം സ്വീകരിച്ചു? പാർട്ടി എപ്പോഴും ഉദാരമായി സമീപിക്കുള്ളൂ. പാർട്ടിയുടെ ദൗർബല്യത്തെ നിങ്ങൾ ഇതിനെ കണ്ട. പാർട്ടി ഉദാരമായിട്ട് പ്രവർത്തിക്കുക, പാർട്ടി നല്ല നിലയിലേ പ്രവർത്തിക്കുള്ളൂ. ഒരാളോടും തെറ്റ് കാണിക്കുക, അത് പാർട്ടിയുടെ നയല്ല. ആൾക്ക് വ്യക്തിക്ക് പാർട്ടിക്ക് എതിരായി പ്രവർത്തിക്കണ്ടാവും, പാർട്ടി വ്യക്തിക്കെതിരായി പ്രവർത്തിക്കില്ല. നമ്മൾ എന്ത് ചെയ്തു? നമ്മള് ഏറ്റവും നല്ല സീറ്റ് കൊടുത്തു, മത്സരിപ്പിച്ചു നോക്കി, വീണ്ടും അദ്ദേഹം പാർട്ടി പ്രവർത്തിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എന്നാലൊരു കാര്യം ചെയ്യാം, MLA സാറിനെ ഒഴിവാക്കിയ ആളാണ്, ഒരു KTDC ഇരിക്കട്ടെ. മണ്ണാർക്കാട്ടിൽ ഇപ്പൊ KTDC എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി, എന്നെക്കാൾ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു KTDC കിട്ടിയാൽ അതുകൊണ്ട് ഈ പാർട്ടി എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റും എന്നുള്ളത് സമ്പൂർണ്ണക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്നാ ഈ KTDC രാജിവെച്ച്? എന്നാ പാർട്ടിക്കെതിരായി പ്രസംഗിക്കാൻ പോകുന്നതിന് 72 മണിക്കൂർ മുമ്പ് രാജിക്കത്ത് തിരുവനന്തപുരത്ത് കൊണ്ടേ കൊടുത്തിട്ട് ആ മഹാത്യാഗി ഇവിടെ വന്നിട്ട് പാലക്കാട്ട് കുറച്ച് ആൾക്കാരെ കല്യാണ മണ്ഡലത്തിൽ പിടിച്ചിരുത്തിയിട്ട് ആഞ്ഞടിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട്. അവസാന നിമിഷം വരെ ഈ പാർട്ടിയുടെ ഊറ്റിക്കുടിച്ച് അത് ശരീരത്തിലെത്തി അത് ദഹിക്കുന്നതിന്റെ മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ
തള്ളിപ്പറഞ്ഞാൽ വെറുതെ ഇരിക്കുവാൻ മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങേപ്പുറത്താണ് വർഗശത്രുവിന്റെ പാളയത്തിലേക്കാണ് പോയതെങ്കിൽ അവരെ ആ നിലയിൽ തന്നെ കാണുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് വേറെ പാർട്ടിയാ, ഇത് വേറെ പാർട്ടിയാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ നല്ല പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു സഖാവിനോട് ആ സഖാവിനെ പാർട്ടിയിൽ പ്രവർത്തിപ്പിക്കാൻ, ചുമതലകൾ നൽകാൻ, ആ ചുമതലകൾ നൽകുമ്പോൾ ഉണ്ടാവുന്ന പരിമിതികളെ പരിഹരിക്കാൻ, വീണ്ടും മികച്ച പ്രവർത്തനം നടത്താൻ, നല്ല സഖാവാക്കാൻ, അങ്ങനെയാണ് പ്രവർത്തിക്കുക. പക്ഷെ നമ്മുടെ പാർട്ടിയുടെ 99.9% സഖാക്കളും ഈ പാർട്ടി വിശ്വാസത്തോടെ ഏൽപ്പിക്കുന്ന ചുമതലകൾ നല്ല നിലയിൽ നിർവഹിക്കുന്ന ഒരു പാർട്ടിയാണിത്. ഈ പാർട്ടി നിറയെ PK ശശിമാരല്ല. അത് ഇവിടെ സൈദുട്ടീനെ പോലെ ഉണ്ടായിരുന്ന, NPS പോലെ ഉണ്ടായിരുന്ന, ഉണ്ണീനെ പോലെ ഉണ്ടായിരുന്ന, ശിവദാസ മേനോനെ പോലെ ഉണ്ടായിരുന്ന ഉജ്ജ്വല പോരാളികളാണ് മണ്ണാർക്കാട്ടിന്റെ മണ്ണിലെ നല്ല സഖാക്കൾ എന്ന് നാം മറന്നു പോകരുത്. അങ്ങനത്തെ ഒരു നാടാത് അല്ല. പറഞ്ഞ് ഈ PK ശശിന്റെ രാജ്യമാണ് മണ്ണാർക്കാട് എന്ന് നാളെ മുതൽ നിങ്ങൾ പറഞ്ഞെഴുത്. ഇതൊക്കെ നല്ല പോരാളികളുടെ നാടാ. പിന്നെ ഇങ്ങനെയുള്ള ചിലരും അപൂർവമായിട്ട് വന്നു തരും. അതൊക്കെ മനുഷ്യരല്ലേ, ഈ ജാതിയും വന്നു തരും ചിലപ്പോ എന്നല്ലാതെ ഇതില് നമ്മൾ ആകെ ആശങ്കപ്പെട്ട് ഭയപ്പെട്ട് കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിയും മണ്ണാർക്കാട്ടില്ല. ശശി പോയാൽ ശശിക്ക് പോയി എന്നല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. ഇവിടെ നമുക്ക് പോയ കാലത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. പോയത് ഒരു വല്ലാത്ത കാലത്താണ്. എന്താ കാര്യം? നമ്മുടെ പാർട്ടി ഉന്നതമായ ഒരു രാഷ്ട്രീയ ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പാർട്ടി അപകടം പിടിച്ചൊരു ലോകത്ത് നാം ജീവിക്കുകയാണ്. നമുക്ക് മര്യാദയ്ക്ക് ഇപ്പൊ ഉറങ്ങാൻ പറ്റുമോ? ഒരു നല്ല മനുഷ്യന് വീട്ടിൽ ചെന്ന് ആ TV ഒന്ന് തുറന്നു വെച്ചാൽ സാമ്രാജ്യത്വം കെട്ടഴിച്ചുവിട്ട ഒരു മഹായുദ്ധത്തിന്റെ വേദനകളിലൂടെ മനുഷ്യരാശി കടന്നു പോകുന്നത് കാണാനാവും. തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയത്തിന് ലോകത്ത് ഒരു തിരിച്ചടി വന്നാൽ മനുഷ്യരാശിക്ക് അതുണ്ടാക്കുന്ന പരിമിതി എന്താണ്, ഉണ്ടാക്കുന്ന തകരാറ് എന്താണ് എന്ന് ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുന്ന ഒരു ചരിത്ര കാലമാണ്. ഇന്നത്തെ മുതലാളിത്തത്തിന്റെയും ചൂഷണത്തിന്റെയും അടയാളമായ സാമ്രാജ്യത്വത്തിന്റെ സ്ഥിരാകേന്ദ്രമായ അമേരിക്കൻ ഐക്യനാടുകളിൽ അധികാരത്തിലേക്ക് വന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീവ്ര വലതുപക്ഷക്കാരനായ ഒരു പ്രസിഡന്റ് ട്രംപ് മനുഷ്യരാശിക്കു നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങൾ, ഓരോ സ്ഥലത്തും തുറന്നു വെക്കുന്ന യുദ്ധങ്ങൾ, രാഷ്ട്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളെ പോലും രാത്രി തട്ടിക്കൊണ്ടുപോയി ആ രാജ്യം പിടിച്ചടക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, മുതലാളിത്തം ഒരു വ്യവസ്ഥ എന്ന നിലയിൽ നേരിടുന്ന പരാജയത്തിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട പരിമിതികളെ അതിജീവിക്കാൻ മനുഷ്യരാശിക്കു നേരെ മനുഷ്യനെ കൊന്നൊടുക്കി അവന്റെ ചോരത്തുള്ളികൾക്ക് മുകളിലൂടെ മുതലാളിത്തം അതിന്റെ പ്രാമാണികത ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ്. സ്വാഭാവികമായൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാലത്തിന്റെ ഈ ക്രൂരതയെ, മനുഷ്യരാശി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വിശകലനം ചെയ്യുമ്പോൾ അതുപോലെ ഒരു വലതുപക്ഷ രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുകയാണ്. തീവ്ര വലതുപക്ഷക്കാർ, സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഒരു ദശാബ്ദം പിന്നിട്ടിരിക്കുകയാണ്. രാജ്യത്ത് നടപ്പിലാക്കുന്ന എല്ലാ നയങ്ങളും പാവങ്ങൾക്കെതിരാണ്. എല്ലാ നയങ്ങളും പാവങ്ങൾക്കെതിരാണെന്ന് മാത്രമല്ല, രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളെ, പട്ടികജാതിക്കാരെ, സ്ത്രീകളെ, പിന്നോക്കം നിൽക്കുന്ന ജനതയെ, തൊഴിലാളി വർഗത്തെ, അവരുടെ ജീവിതാവകാശങ്ങളെ പരിപൂർണമായി രാജ്യത്തെ കൊള്ളയടിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി ചൂഷണം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുള്ള ദുർഘടം പിടിച്ചൊരു കാലമാണ്. മുതലാളിത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പരിമിതി അതിജീവിക്കുന്ന കാര്യത്തിൽ വ്യക്തമായ നയരൂപീകരണം നടത്താൻ സാധിക്കുന്നില്ല. ലോകത്ത് തന്നെ വലതുപക്ഷ ആശയങ്ങൾക്ക് മേൽക്കൈയുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിലും ആ ആശയങ്ങൾക്ക് മേൽക്കൈ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 2 തവണ ഒരു BJP ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത്. ഇപ്പൊ ലോകമൊന്ന് വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഒരു കാലത്ത് 2 തവണ ഇന്ത്യയിൽ പോലും BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കെ അവരുടെ ഭ്രാന്തൻ നയങ്ങൾ നല്ല മനുഷ്യന്റെ, പാവപ്പെട്ടവന്റെ, തൊഴിലാളിയുടെ ജീവിതത്തിന് നേരെ എല്ലാ കരാളതയോടും കൂടി കടന്നാക്രമിക്കുമ്പോൾ അവന് ഒരു സമാധാനത്തിന്റെ, പ്രതിരോധത്തിന്റെ പരിചയം ഒരുക്കി കൊടുക്കാൻ, അവനെ സഹായിക്കാൻ നയങ്ങളും നിലപാടുകളും സ്വീകരിക്കണം.
ഈ അപകടം പിടിച്ച ലോകത്ത് വലിയ പ്രയാസങ്ങൾ പാവങ്ങൾ അനുഭവിക്കുമ്പോ, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഇന്ത്യയിൽ അനുഭവിക്കുമ്പോ, ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കാൻ കേന്ദ്ര ഭരണകൂടം ശ്രമിക്കുമ്പോൾ, സമാധാനത്തിന്റെ സന്ദേശവുമായി ഒരു ചുവന്ന കൊടി ഉയർത്തിപ്പിടിച്ച് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിൽ ഇന്നുമുണ്ട് എന്നതാണ് തൊഴിലാളി വർഗത്തിന്റെ അഭിമാനം. അതാണ് കേരളം. വലിയ വലതുപക്ഷ വൽക്കരണം ലോകത്ത് നടക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. ഓരോ മലയാളിയുടെയും അഭിമാനമാണത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പാർട്ടി രൂപപ്പെടുത്താനും വളർത്താനും ത്യാഗനിർഭരമായ പ്രവർത്തനം നടത്തിയ ഒരുപാട് മനുഷ്യരുണ്ട്. അവരെല്ലാവരും ശശിയെ പോലെ MLA അവരെല്ലാവരും KTDCയുടെ വലിയ കാറിൽ സഞ്ചരിച്ചവരല്ല. അവരെല്ലാവരും KTDCയുടെ വലിയ നല്ല റൂമിൽ കിടന്നുറങ്ങി നല്ല ഭക്ഷണം കഴിച്ചവരല്ല. എല്ലാം പാർട്ടിക്ക് വേണ്ടി കൊടുത്തവർ, ഇല്ലാതായവർ, സ്വയം പട്ടിണി കിടക്കുമ്പോഴും ഈ പാർട്ടിയെ പരീക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച ആ നല്ല മനുഷ്യരുടെ കരുത്തിന്റെ തുടർച്ചയിൽ നിന്ന് രൂപം കൊണ്ടതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും. ആ പാർട്ടിയെ, ആ ഗവൺമെന്റിനെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ നമ്മുടെ രാജ്യത്തെ എല്ലാ പ്രതിരോധ ശക്തികളും ഒരുമിച്ച് ചേർന്ന് പരിശ്രമിക്കുന്ന ഒരു കറുത്ത കാലത്തിന്റെ മുഖത്ത് വെച്ചാണ് ഈ വർഗവഞ്ചനയുമായി ശശി പോയിരിക്കുന്നത് എന്നതാണ് ഗൗരവപൂർവ്വം കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നത്. അതാണ് തകരാറ്. അതൊരു ചില്ലറ തകരാറല്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ രാവിലെ പോവാലോ, അതല്ല, അത് ആർക്കും പോവാം. വലിയ ഒരു രാഷ്ട്രീയ സമരത്തിലേക്ക് നമ്മുടെ പാർട്ടി പോവാണ്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ തന്നെ നമ്മുടെ പാർട്ടിയെ തകർക്കാനുള്ള വലിയ ഗൂഢാലോചന ഇവിടെ നടക്കില്ലേ? ദേശം സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കറിയാം. ഇപ്പൊ നമ്മളെ ഗവൺമെന്റ് നടത്തിയതുപോലെയുള്ള നല്ല പ്രവർത്തനം നടത്താൻ ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഗവൺമെന്റിന് കഴിയുന്നുണ്ടോ? ഏതെങ്കിലും സംസ്ഥാനത്ത് സാധിക്കുന്നുണ്ടോ? 62 ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷ നമ്മൾ ഉറപ്പാക്കി കൊടുക്കുന്നത്. നമ്മുടെ നാടിന് വയസ്സാവുക. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ 60 വയസ്സ് കഴിഞ്ഞവരാ. 25% പേര് 60 വയസ്സ് കഴിഞ്ഞു. പിന്നെ അത് 30 സമൂഹത്തിലെ വലിയൊരെണ്ണം വയോജനങ്ങളാകും. ആ വയോജനങ്ങളുടെ കാര്യം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ നമ്മുടെ സമൂഹത്തിൽ? എന്നാൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു മുഖപ്രസംഗം എഴുതിയുടെ കേരള മോഡലിനെ കുറിച്ചാണ്. പുതിയ കേരള മോഡൽ, ന്യൂ കേരള മോഡൽ എന്നായിരുന്നു ആ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട്. ഇവിടെ കുറച്ച് പത്രക്കാരുണ്ട് കേട്ടോ, മനോരമ, മാതൃഭൂമി, പേരൊന്നും ഞാൻ പറയില്ല, അവരൊന്നും എഴുതിയിട്ടില്ല. ഇംഗ്ലീഷിലുള്ള ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സുകാരാണത് എഴുതിയത്. പുതിയ കേരള മോഡൽ എന്തായിരുന്നു അത്? 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളെ സംരക്ഷിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന നിയമം ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഒരു സംസ്ഥാന ഗവൺമെന്റ് പാസാക്കി. സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റാണത്. ജനിച്ചാൽ അഭിമാനബോധത്തോടു കൂടിയായിരിക്കും മരിക്കുക. കേരളത്തിൽ റോട്ടിൽ കിടന്ന് മരിക്കില്ല, അമേരിക്കയിലും മരിക്കും, ബ്രിട്ടനിലും യൂറോപ്പിലും വികസിത പടിഞ്ഞാറൻ രാജ്യങ്ങളിലും മരിക്കും. പരിരക്ഷയില്ല. ഇവിടെ കൃത്യമായ പരിരക്ഷയാ. അവിടുന്ന് കണ്ടു തുടങ്ങിയതാ. എല്ലാ ജനവിഭാഗങ്ങൾക്കും പരിരക്ഷയാ. ലോകത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്നത് എവിടെയാ? കേരളത്തിലാ. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഗവേഷണ പഠനം നടത്തുന്നത് എവിടെയാ? കേരളത്തിലാ. ലോകത്താണ്. ആ മികവുണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്. അതിന്റെ കൂടെ പിണറായി വിജയന്റെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് എന്താ? ആ ഡിഗ്രി പരീക്ഷ വരെ, എല്ലാ കോളേജ് വിദ്യാഭ്യാസം ഡിഗ്രി തലം വരെ സൗജന്യമായി കൊടുക്കുന്ന ലോകത്തിലെ ഏക സ്ഥലമാണ് ഈ കേരളം എന്നത് ഏറ്റവും വലിയ അഭിമാനമുള്ള കാര്യമാണ്. മുന്നേറണം നമ്മള്. ഉത്പതിഷ്ണുത്വത്തിന്റെ പുതുലോകത്തിലേക്ക് പുതുതലമുറയെ നയിക്കാനുള്ള കരുത്ത്, ലക്ഷ്യബോധമുള്ള ഒരു തലമുറക്ക്, സമൂഹത്തിന് ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ സദ്ഫലങ്ങൾ അനുഭവിക്കാൻ സാധാരണക്കാരന് കഴിയാതെ പോവുകയും ശതകോടീശ്വരക്കാരന്റെ ദയാദാക്ഷിണ്യത്തിന് വിധേയമാകുന്ന ഒരു പുതിയ കാലം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സാങ്കേതിക വിദ്യയുടെ ഫ്യൂഡലിസം സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. നിങ്ങളുടെയും എന്റെയും പൊതുബോധത്തെ, അഭിപ്രായ രൂപീകരണത്തെ, ചിന്തകളെ, ചോദനകളെ മുഴുവൻ നിയന്ത്രിക്കാനും നിശ്ചയിക്കാനും ശതകോടീശ്വരന് സാധിക്കുന്ന കാലത്താണ് നാം ജീവിച്ചു പോകുന്നത്.
എത്ര ആപത്കരമാണത്. ആ കാലത്താണ് അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു വിജ്ഞാന സമൂഹം ഉണ്ടാക്കാനാകുമോ എന്ന് ചിന്തിക്കുന്നത്. മനസ്സിലായെങ്കിൽ VD സതീശന്റെ ജാഥയിൽ പോയ ആൾക്കാർക്ക് മനസ്സിലാവില്ലത്. അത് ലോകത്തിനെ കുറിച്ച് ബോധമുള്ള ആൾക്കാർക്കേ മനസ്സിലാവൂ. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജ്ഞാന സമൂഹത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം കേരളത്തെ കീഴടക്കാൻ വന്നാൽ ആ കീഴടങ്ങില്ല ഞങ്ങൾ അപ്പോഴും നിങ്ങളോട് പൊരുതിക്കൊണ്ടിരിക്കും, പോരാടിക്കൊണ്ടിരിക്കും. ലോകത്തിലേക്ക് വ്യാപിച്ച മലയാളി തോറ്റുമടങ്ങാനുള്ളതല്ല എന്ന് ഉറപ്പിച്ച് ആ നിലയിലേക്ക് കേരളീയ സമൂഹത്തെ പുനർനിർണയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സദ്ഭരണമാണ് ഇവിടെ ഒരു ദശാബ്ദം കൊണ്ട് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. എത്ര മികച്ചതാണിത്, എത്ര മികച്ചതാ. പണ്ടെന്താ പറയാ, കേരളത്തിൽ വ്യവസായം വരില്ല. ഇപ്പൊ ലക്ഷക്കണക്കിന് കോടി റുപ്യ നിക്ഷേപിച്ചുകൊണ്ടുള്ള വ്യവസായങ്ങളാണ് കേരളത്തിലേക്ക് വരുന്നത്. ലക്ഷക്കണക്കിന് കോടിയുടെ അന്തം വിട്ട് നിൽക്കുക. വികസനം വരില്ല, എന്താ വ്യവസായം വരില്ല. വ്യവസായം വരുന്നു, അപ്പോഴാണ് വികസനം ഉണ്ടാവില്ല. വികസനം ഉണ്ടാവില്ലേ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോരുമ്പോ ഒരു ലീഗ് MLA നിയോജകമണ്ഡലത്തിൽ കൂടി പോരാ. അവിടെ ഒരു ബോർഡ് എന്താണ്, 528 കോടി രൂപയുടെ വികസനം നടപ്പിലാക്കിയ ലീഗ് MLAക്ക് അഭിവാദ്യങ്ങൾ. ആ ബോർഡ് വയ്ക്കാൻ സഹായം ഉണ്ടായത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായതുകൊണ്ടാണ്. നിങ്ങൾ ഇന്ന് പോയി കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലൊന്ന് പോയി 528, 1128, 1500, 1800 കോടിന്റെ കാര്യമുള്ളൂ. അതൊക്കെ നൂറുകണക്കിനും ആയിരക്കണക്കിനും കോടിന്റെ കാര്യമാണ്. കള്ളനോട്ടടിച്ച് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ നാസിക്കിലെ ബാങ്കിൽ നിന്ന് സൗജന്യമായിട്ട് കിട്ടിയതുമല്ല. ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിഫ്ബിയിലൂടെ വികസന കാഴ്ചപ്പാട് നവീകരിച്ച് നൽകിയ ആ കാശിന്റെ ബലത്തിലാ ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ നിയോജകമണ്ഡലത്തിലും ആ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ വളർച്ചയില്ലേ. ഇപ്പൊ ഞാൻ പോരുമ്പോ ഒരു 5 മിനിറ്റ് നേരം വൈകി. എന്താ വെച്ചാല് കുമരംപുത്തൂർ മുതലാണ്ട് റോഡ് നന്നായിക്കൊണ്ടിരിക്കുക. കുമരംപുത്തൂരിന്ന് ആണ് നോക്കിയപ്പോ അങ്ങനെ നന്നായി പോവാണ് റോഡ് മേലാറ്റൂരിക്ക്. മനസ്സിലായി ഞങ്ങള് ഇവിടെ ഭരിക്കുന്നത് UDF അല്ല, LDF തന്നെയാണ്. വേറെ റോഡ് അപ്പുറത്ത് കൂടി പോകുന്നുണ്ട്. ഇന്നിപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് 2 റീച്ച് ഉദ്ഘാടനം ചെയ്തു എന്നാ പറഞ്ഞത്. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി 650 കിലോമീറ്റർ നീളത്തിലാ റോഡ്. ഒരൊറ്റ ചോപ്പ് ലൈറ്റ് ഇല്ല, പച്ച ലൈറ്റേ ഉള്ളൂ. ഒരു സ്ഥലത്തും നിർത്തണ്ട, നേരെ പോവാം. 650 കിലോമീറ്റർ നീളത്തിൽ ഒരു 6 വരി പാത. ആ 6 വരി പാതയ്ക്ക് ഇരുവശത്തും നല്ല മനോഹരമായ സർവീസ് റോഡ്. അങ്ങനെ വന്നാൽ 8 വരി പാതയായി കേരളത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന അതിമനോഹരമായ റോഡാ. 150-160 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ വേണമെങ്കിൽ, ചർച്ച നിയന്ത്രണമൊക്കെ ഉണ്ട്. 100-150 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാന്ന് പറഞ്ഞാൽ കണ്ണൂരിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ 4 മണിക്കൂർ മതി. മനസ്സിലായെങ്കിൽ രാവിലെ 6 മണിക്ക് ആ KPCC പ്രസിഡന്റ് വീട്ടിൽ നിന്ന് ഭാര്യന്റെ കയ്യിൽ നിന്ന് ചായം വാങ്ങി കുടിച്ച് കാറ് കയറി പുറപ്പെട്ട് കുഞ്ഞാലിക്കുട്ടീനെ വഴിക്ക് മലപ്പുറത്തുനിന്ന് കയറ്റി ഹരിപ്പാട്ടിന്ന് പിന്നെ നമ്മളെ ചെന്നിത്തലയെ കയറ്റുന്നതിന് മുമ്പ് പറവൂരിന്ന് സതീശനെ കയറ്റി വഴിയിൽ നിർത്തി ഒരു ചായയും മസാല ദോശയും കഴിച്ച് 10 മണിയാകുമ്പോഴേക്കിന് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയാവുന്ന സഖാവ് പിണറായിക്ക് ഒരു നിവേദനവും കൊടുത്ത് തിരിച്ചു വൈകുന്നേരം വീട്ടിലെത്തി കഞ്ഞി കുടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് പിണറായി വിജയൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. വികസനം അന്തം വിട്ട് നിൽക്കുക പ്രതിപക്ഷം. എങ്ങനെ ഈ ഗവൺമെന്റിനെ വിമർശിക്കുന്നു? ഇത്ര സമാധാനപരമായ ഒരു രാജ്യമുണ്ടോ? ഇവിടെ വർഗീയ സംഘർഷമുണ്ടോ? ഏതെങ്കിലും മുസ്ലിമിന്റെ വീടിലൂടെ ബുൾഡോസർ ഉരുണ്ടുപോയോ? ഇവിടെ പോയോ? ഈ ഗവൺമെന്റിനെ തകർക്കാൻ പല വർഗീയതകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും വീടുകളുടെ മുന്നിലൂടെ ഒരു ബുൾഡോസർ ഉരുണ്ടു പോയിട്ടുണ്ടോ ഈ കേരളത്തിൽ? ബുൾഡോസർ ഉരുണ്ടു പോകുമോ ഈ കേരളത്തിൽ? ചെങ്കൊടിയാണ് ഇവിടെ ഉയർന്നു പാറുന്നത്. ഒരിക്കലും അത് സംഭവിക്കില്ല. പിണറായിയാണ് ഇവിടെ മുഖ്യമന്ത്രി. ഇത് വേറൊരു നാടാണ്. ഇങ്ങനെയല്ലേ കേരളം പോണത്? ആരെങ്കിലും ഈ ഗവൺമെന്റ് സഹായിക്കാതിരിക്കുന്നുണ്ടോ? വീട്ടിലിരിക്കുന്ന വീട്ടമ്മയെ സഹായിക്കുന്നില്ലേ? കർഷക തൊഴിലാളിയെ സഹായിക്കുന്നില്ലേ? എല്ലാരും സഹായിക്കുന്നില്ലേ? കോൺഗ്രസ് ഇതിലാണ് പോയല്ലോ ജാതിയായിട്ട്. കളവല്ലാണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ VD സതീശന്റെ ഒക്കെ പ്രസംഗം കേട്ടാൽ അന്തം വിട്ടു നമ്മള്. 2 കാര്യം പറയും, പിന്നെ 3-ാമത്തെ കാര്യം സിനിമ നോട്ടീസ് പോലെയാ. ബാക്കി കാര്യം സസ്പെൻസ് ആണ് വെള്ളിത്തിരയിൽ. നിങ്ങൾ കേട്ടോ പ്രസംഗം? എല്ലാ പ്രസംഗത്തിലുണ്ട്. ഏത് അവസാനം? ബാക്കി കാര്യം ഞാൻ ഇപ്പൊ പറയണില്ല, അതൊക്കെ സസ്പെൻസ് ആണ്. അതൊന്നും സതീശന് പറയേണ്ടിയില്ല. പിണറായി കേരളത്തിൽ വീണ്ടും മുഖ്യമന്ത്രി ആവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയിക്കുന്നുണ്ട്. അത് വേറെ. നമ്മുടെ നാട് വലിയ മഹത്തായ മാറ്റത്തിന് വിധേയമായി. വലിയ വളർച്ചക്ക് നമ്മൾ സാക്ഷികളായി. ആ വളർച്ചയുടെ തുടർച്ചയ്ക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. എത്രയെത്ര വികസന പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളതിനെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുക.
ഞാൻ രാജേഷിനെ കണ്ടപ്പോൾ രാജേഷിന്റെ നിയോജകമണ്ഡലത്തിൽ മാത്രം 176 വികസന പ്രവർത്തനം ഇപ്പോൾ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തു. 176 അത്രയേറെ വികസന പ്രവർത്തനം. അപ്പൊ മന്ത്രിമാരൊന്നും പോയിട്ടല്ല ഉദ്ഘാടനം ചെയ്തത്, മറ്റേ ഇതിൽ കൂടി ഉദ്ഘാടനം ചെയ്തു, വീഡിയോ സന്ദേശം വഴി ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ ഇവിടെ 28 കോളേജ് കെട്ടിടം 18 ഉദ്ഘാടനം ചെയ്തു. ഒക്കെ വീഡിയോ പോകാൻ പറ്റില്ല. അത്ര വലിയ വികസനം കേരളത്തിലുണ്ടായി. എന്താ വികസനം ഉണ്ടാവുന്നത്? ഒരു കാര്യം കേരളത്തിൽ ഉറപ്പുണ്ട്, ഈ 10 വർഷത്തിനിടയിൽ സർക്കാരിന് കിട്ടുന്ന വരുമാനം നന്നായിട്ട് ഉപയോഗിക്കണത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇന്നും ഞാൻ പത്രത്തിൽ വായിച്ചു, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഏറ്റവും കുറവുണ്ടായത് ഏത് വരുമാന? നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഏറ്റവും കുറവുണ്ടായത് കേന്ദ്ര സഹായം. ഇന്ന് പത്രത്തിലുണ്ട്, കേന്ദ്ര സഹായ. നമ്മൾ കേന്ദ്രത്തിന് പ്രതീക്ഷിച്ച 13,000 കോടി രൂപ, 13,500 വരുന്ന 13,500 കോടി രൂപയിൽ കേരളത്തിന് കിട്ടിയത് 3,600 കോടിയാ. പ്രതീക്ഷിച്ചതിന്റെ 1/4 കേന്ദ്രം തരുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയോട് വരട്ടെ, ഉദ്ഘാടനം ചെയ്യട്ടെ, കൊമ്പൊന്നുമില്ല. പക്ഷെ അവിടുന്ന് തരുന്നതിനെ കുറിച്ച് ഇടയ്ക്കൊന്നും പറഞ്ഞുകൂടാല്ല. തന്നുകൊണ്ടിരുന്നതിന്റെ 1/4 കേന്ദ്രം തന്നു. കേരളം അതിന്റെ തനത് വരുമാനം കണ്ടെത്തി. ധന മാനേജ്മെന്റില് ഒരു മികവ് കാണിച്ചു. ഏറ്റവും വലിയ വരുമാനം വരുന്ന 2 സ്ഥലത്താണ്. ഒന്ന് പെട്രോൾ, രണ്ടാമത്തത് വാഹന നികുതി. ആ പെട്രോൾ വരുമാനവും വാഹന നികുതിയും ഫലപ്രദമായി കിഫ്ബി വഴിയെടുക്കുന്ന പണം തിരിച്ചു കൊടുക്കാൻ വിനിയോഗിക്കുന്നതുകൊണ്ടാണ് കിഫ്ബിയിലൂടെ പണം വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും മികച്ച വികസന പ്രവർത്തനം നടത്താൻ കഴിയുന്നത്. അവിടെ ഒരു കാര്യം ഉണ്ടാവില്ല, അഴിമതി രഹിതമായ ഒരു ഗവൺമെന്റ് ഒരു ദശാബ്ദം നീണ്ട് ഇവിടെ ഉണ്ടായതിന്റെ ഗുണമാണ് കേരളം അനുഭവിക്കുന്നത്. അപ്പോ അത് മികച്ചൊരു ഗവൺമെന്റാണ്. മതനിരപേക്ഷതയുണ്ട്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും അഭിവൃദ്ധിയുണ്ട്. കേരളത്തിന്റെ നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നവീന സങ്കല്പങ്ങളുടെ വിപുലമായ വിന്യാസമുണ്ട്. നല്ല നിലയ്ക്കല്ലേ? ആ നല്ല നിലയ്ക്ക് ഈ ഗവൺമെന്റ് പോകുമ്പോ നമ്മുടെ പ്രസ്ഥാനത്തെ, ഇടതുപക്ഷത്തെ, വിശേഷിച്ച് CPIM-നെ ദുർബലപ്പെടുത്താൻ വർഗശത്രുവിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ പരിശ്രമമുണ്ടാവും. ഇന്ത്യയിലെ എല്ലാ വലതുപക്ഷക്കാരും ഒന്നിച്ചിരിക്കുകയാണ്, എല്ലാ വലതുപക്ഷക്കാരും. അതിന്റെ റിഹേഴ്സലുകൾ നമ്മൾ കണ്ടു. അതിന്റെ റിഹേഴ്സലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുറെ കോൺഗ്രസ് ജയിച്ചു. കോൺഗ്രസിന്റെ സ്വാധീനം കൂടിയിട്ടാണോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുറെ കോൺഗ്രസ് ഇവിടെ ജയിച്ച്? അല്ല. ഈ നന്മ നിറഞ്ഞ കേരളത്തിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വലതുപക്ഷ ശക്തികളുടെ ഏകോപനമാണ്. കോൺഗ്രസിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ കാലത്തും കേരളത്തിൽ വഹിച്ച പങ്ക് വലതുപക്ഷ താല്പര്യ സംരക്ഷണമാണ്. എല്ലാ വർഗീയതയുമായി അവർ സന്ധി ചെയ്യും, എല്ലാ പ്രതിലോമതയുമായി അവർ സന്ധി ചെയ്യും. പുരോഗമനപരമായ ഒന്നും കോൺഗ്രസിനില്ല. കേരളത്തിലെ കോൺഗ്രസുകാരെ പോലെ പ്രതിലോമ സ്വഭാവമുള്ള മറ്റൊരു രാഷ്ട്രീയ വിഭാഗത്തെ അത്യപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതാണ് കോൺഗ്രസ് പാർട്ടി. അവര് എല്ലാ വർഗീയതയോടും സന്ധി ചെയ്യും. വിമോചന സമരകാലം മുതൽ മഹാനായ EMS-നെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനം മുതൽ ഇന്ന് വരെയുള്ള പ്രവർത്തനം ആ തരത്തിൽ പോകുന്നതാണ്. ഇപ്പൊ കേന്ദ്രത്തിൽ BJP-യാണ്. ആ BJP എല്ലാ സംസ്ഥാനങ്ങളും പിടിക്കാൻ ശ്രമിക്കുക. എല്ലാ സംസ്ഥാനങ്ങളും പിടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. നിങ്ങളിപ്പോ മിഞ്ഞാന്ന് പത്രത്തിൽ വായിച്ചില്ലേ, ആ നിതീഷ് കുമാർ പോയ വഴിയുണ്ടില്ല. നിതീഷ് കുമാർ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് നേതാവിനെ മുഖ്യമന്ത്രിയാക്കി നിർത്തിയിട്ട് തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തി ഒരു 3-4 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നിതീഷ് കുമാർ അവിടെ പോയി, BJP അവിടെ മുഖ്യമന്ത്രിയായി. ശ്രദ്ധിച്ചോ? ഇതാണ് BJP. എത്ര കോൺഗ്രസ് നേതാക്കന്മാരാ BJP-യിൽ ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്? മുഖ്യമന്ത്രിയായിരിക്കുന്നത് ആരാ? ആസാമിന്റെ മുഖ്യമന്ത്രി ആരാ? കോൺഗ്രസിന്റെ PCC പ്രസിഡന്റാ. PCC പ്രസിഡന്റ് ഏറ്റവും വർഗീയവാദിയായ, ഇന്ത്യ വർഗീയ സ്വഭാവമുള്ള നിയമം നടത്തുന്ന, പ്രസംഗം നടത്തുന്ന ആള് ആ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ PCC പ്രസിഡന്റ് ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി? കോൺഗ്രസിൽ ഇരിക്കുമ്പോ അങ്ങേപ്പുറത്തേക്കുള്ള വിസയും പാസ്പോർട്ട് ഉറപ്പിച്ചായിരിക്കുക. വലിയ നേതാക്കന്മാർ ഓരോ പ്രദേശത്തും പ്രാദേശിക പാർട്ടികളെ, ഒപ്പം നിൽക്കുന്ന മറ്റു പാർട്ടികളെ അതിനകത്തേക്ക് തള്ളിക്കേറി BJP ആധിപത്യം സ്ഥാപിച്ച് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും തെക്കോട്ടും വ്യാപിച്ചുകൊണ്ടിരിക്കുക.
എന്നാൽ ആ BJP കടന്നു കയറി പിടിച്ചെടുക്കാൻ പറ്റാതിരിക്കുന്ന നാടാണ് കേരളം. അതിന്റെ തടസ്സം ഇടതുപക്ഷമാണ് എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷത്തെ തകർക്കുക, അതിന് വലതുപക്ഷവുമായി കേരളത്തിലെ മറ്റിതര കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകളെ സഹായിക്കുക എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. കഴിഞ്ഞ പാർലമെന്റ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി നമ്മൾ കണ്ടു. അപ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കി. അതിന്റെ കൂടെ ന്യൂനപക്ഷ വർഗീയതയെ വിപുലമായിട്ട് ആ സന്ധിയിലേക്ക് അവർ കൂട്ടിച്ചേർത്തു. അതാണ് ഇന്നും ആ പ്രഖ്യാപനം വന്നത്. ഞങ്ങള് ഏറ്റവും മികച്ച പാർട്ടികളുടെ പട്ടികയിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാര് ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിനെയും ഒക്കെ ഉൾക്കൊള്ളിച്ചത്. എല്ലാ വർഗീയവാദികളെയും അങ്ങനെ കൂട്ടിയോജിപ്പിക്കും. BJPയുമായി പോലും സന്ധി ഉണ്ടാക്കും. വലതുപക്ഷ നിയന്ത്രണമുള്ള മാധ്യമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ആ മാധ്യമങ്ങളിൽ കേരളത്തിലെ ഗവൺമെന്റിനെ എവിടെയെല്ലാം അപകീർത്തിപ്പെടുത്താനാകുമോ അവിടെയൊക്കെ അപകീർത്തിപ്പെടുത്താൻ കള്ളക്കഥ ഉണ്ടാക്കും. സഖാവ് പിണറായി ഒരു സന്ദേശം അയച്ചു നമ്മളെ സർക്കാർ ജീവനക്കാർക്ക്. മുഖ്യമന്ത്രിക്ക് സർക്കാർ ജീവനക്കാർക്ക് ഒരു സന്ദേശം അയച്ചൂടെ? അയച്ചൂടെ? അല്ലാതെ വേറെ മോശമായൊരു കാര്യമൊന്നുമല്ലല്ലോ മുഖ്യമന്ത്രി ചെയ്ത്. ഒരു സന്ദേശം അയച്ചു എന്ന് പറഞ്ഞാൽ പലതരം സന്ദേശക്കാരും നമ്മുടെ നാട്ടിൽ അജാതിയല്ലല്ലോ. നല്ല ഈ തന്റെ ഗവൺമെന്റിനെ കുറിച്ച് ഈ ഒരു മുഖ്യമന്ത്രിക്ക് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞൂടെ? അവരല്ലേ ഈ ഗവൺമെന്റിന്റെ ഭാഗല്ലേ? എന്തായിരുന്നു ഇവിടെ? മുഖ്യമന്ത്രി ഡാറ്റ മോഷ്ടിച്ചു. മഹാമോഷണം. ആദ്യം വരുന്നു മലയാള മനോരമയിൽ ഒരു വാർത്ത തലക്കെട്ട്, പിന്നെ സതീശന്റെ പ്രസ്താവന, ചെന്നിത്തലയുടെ പ്രസ്താവന, മുരളീധരന്റെ പ്രസ്താവന, പിന്നെ കേസ്, കോടതി. അവസാനം കോടതി പറയാം മുഖ്യമന്ത്രി അല്ലാതെ പിന്നെ ആരാ സർക്കാർ ജീവനക്കാർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക? അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് മുഖ്യമന്ത്രി അല്ലേ എന്നാണ് ഇപ്പൊ കോടതി സിംഗിൾ ബെഞ്ച് ഇനി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാന്ന് പറഞ്ഞു. നമ്മുടെ നല്ല കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കുറവുണ്ടോ? 5 ലക്ഷം വീട് കൊടുക്കുമ്പോ ഏതോ ഒരു മലേന്റെ മുകളിൽ അങ്ങേ ചെരുവിൽ ഒരാൾക്ക് വീട് കിട്ടിയിട്ടില്ല, 5 ലക്ഷം കിട്ടിയിട്ടുണ്ട്. മറ്റേ ആനമലൻ മറ്റേ അട്ടപ്പാടിന്റെ അപ്പുറത്ത് ആനമൂളിന്റെ അപ്പുറത്ത് ഒരു സ്ഥലത്ത് കിട്ടി. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കുഗ്രാമം ആനമൂളിയല്ലേ? ആനമൂളിയാ മണ്ണാക്കട്ടുകയും പറഞ്ഞിട്ട് കാര്യമില്ല. അട്ടപ്പാടിയിൽ ഇറങ്ങിയിട്ട് ആനമൂളിക്ക് നടന്നു പോകണം. ആ ആനമൂളിക്കും അപ്പുറത്ത് ഒരു സ്ഥലത്ത് മലേന്റെ മേലെ ഒരാൾക്ക് വീട് കിട്ടിയില്ല. ആ വീട് അന്വേഷിച്ച് പോയി ഫോട്ടോ എടുത്തുമ്പോൾ എതിരായി കൊടുക്കും. അയാൾക്ക് കൂടി കൊടുക്കാനാണ് ഗവൺമെന്റ് പരിശ്രമിക്കുക. ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ തെറ്റായി ചിത്രീകരിക്കാൻ, വലിയ നേട്ടങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വലിയൊരു മാധ്യമ മേഖലയോട് പ്രവർത്തിക്കുന്നുണ്ട്. അവരിവിടുത്തെ പ്രതിലോമതയ്ക്കൊപ്പമാണ്, അവരിവിടുത്തെ വർഗീയതയ്ക്കൊപ്പമാണ്. നമ്മുടെ സമൂഹത്തെ ശിഥിലീകരിക്കുന്ന എല്ലാ പ്രവണതയും പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇടതുപക്ഷ ആശയങ്ങൾ കേരളത്തിൽ ദുർബലപ്പെടണം എന്നുള്ള താല്പര്യം അവർക്കുണ്ട്. അതീവ ജാഗ്രതയോടുകൂടി നമ്മുടെ പാർട്ടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. അതീവ ജാഗ്രതയോടുകൂടി. കാരണം നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ എല്ലാ മനുഷ്യന്റെയും പ്രതീക്ഷയാണത്. ഫ്യൂഡലിസത്തിന്റെ കരാളത നമ്മുടെ സാമൂഹ്യ പൊതുബോധത്തിലേക്ക് മതജാതി ചിന്തകളുടെ സ്വാധീനം, കേരളത്തോളം സാമൂഹ്യ മുന്നേറ്റവും നവോത്ഥാനവും വളർച്ചയും ഉണ്ടാവാൻ കഴിയാതെ പോയതിന്റെ പരിമിതി, ഇതെല്ലാം അനുഭവിക്കുന്നവരാണ് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. നമുക്ക് 57 തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് ഉണ്ട്. ആ മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റവും വളർച്ചയും നേടിയ ഒരു സംസ്ഥാനം ഇനിയും മുന്നേറിപ്പോവുക എന്നത് ഇന്ത്യയിലെ ഭരണവർഗം ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാ പരിശ്രമവും കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഒരു ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടേയിരിക്കും. ഭരണവർഗമാകെ ഒന്നിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്കെതിരായിട്ടത്. എല്ലാ നിലയിലും ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വലതുപക്ഷ പാർട്ടികൾ, വലതുപക്ഷ സ്വഭാവമുള്ള മാധ്യമങ്ങൾ കളവിന്റെ അകമ്പടിയോടുകൂടി വലുതോതിൽ പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അതീവ ജാഗ്രതയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഒരു ചരിത്ര സന്ദർഭമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ ആദ്യം സൂചിപ്പിച്ചു, വർഗപക്ഷപാതിത്വമുള്ള പാർട്ടിയാണ്. സമൂഹത്തിലെ അതിദുർബലനോട് താതാത്മ്യം പ്രാപിച്ച ഒരു പാർട്ടിയാണ്. പാവപ്പെട്ട മനുഷ്യന്റെ, ഇടത്തരക്കാരന്റെ, തൊഴിലാളിയുടെ, കൃഷിക്കാരന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും അവർക്ക് നേരെ ഭരണകൂടം നടത്തുന്ന കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ആത്മവിശ്വാസം അവർക്ക് നൽകുന്നതുമാണ് പാർട്ടി പ്രവർത്തനം. ചാരുതയാർന്ന പാർട്ടി പ്രവർത്തനത്തിലൂടെ മതനിരപേക്ഷ മൂല്യബോധം, ശാസ്ത്രയുക്തിബോധം ഇതെല്ലാം ഉള്ള ഒരു സമൂഹമാക്കി കേരളത്തെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിച്ചതുകൊണ്ടാണ് ഇന്ന് കേരളം ഉത്കൃഷ്ടമായ 1ാം സ്ഥാനങ്ങൾ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ പല മേഖലകളിലും നേടിയെടുത്തിട്ടുള്ളത്. അത് തകർക്കാനുള്ള വലിയ ഗൂഢാലോചന നടക്കുന്നു. അത് സംരക്ഷിക്കാനുള്ള ഒരു മഹായുദ്ധം നടക്കുന്നു. എന്റെ മുന്നിലിരിക്കുന്നവരെല്ലാം ആ മഹായുദ്ധത്തിലെ ഊർജ്ജസ്വലരായ പോരാളികളാണ്.
ആ പോരാട്ട സമരത്തിലേക്ക് ഏറ്റവും കരുത്തു പകരേണ്ട ഒരു സന്ദർഭത്തിലാണ് ഒരാൾ വർഗവഞ്ചകനാവുന്നത്. അതാണ് ഇതിന്റെ തകരാറ്. മനസ്സിലാക്കിയത്? ഈ കാലത്തിന്റെ ഈ സവിശേഷതകളെ ഉൾക്കൊള്ളാൻ നമ്മുടെ പാർട്ടിയിലെ എല്ലാ സഖാക്കളും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് മണ്ണാർക്കാട്ടിൽ നിന്ന് ഒരാൾ നേരെ പോകുന്നത്. എവിടേക്കാ? മറ്റേ പാർവതി കല്യാണ മണ്ഡപത്തിരിക്കല്ല, പാർവതി കല്യാണ മണ്ഡപം വഴി വർഗശത്രുവിന്റെ ആലയിലേക്ക് ചാടി കയറി പോവുകയാണ്. അവിടേക്കാ പോണേ? അവിടേക്ക് പോവാ. ആരെ സഹായിക്കുന്നു എന്നുള്ള പ്രധാനം, ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള അതിപ്രധാനമാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ സാക്ഷികളായത് വലിയ ഒരു വർഗവഞ്ചനയ്ക്കാണ്. എല്ലാവരും ജാഗ്രത പുലർത്തണം. ഈ മണ്ണാർക്കാട്ട് നിന്ന് ഒരു CPM അംഗവും അനുഭാവിയും ആ ചേരിയിൽ ഉണ്ടാവില്ല എന്നുറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് ഈ പാലക്കാട് ജില്ലയിൽ അങ്ങനെ സംഭവിച്ചുകൂടാ. ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഈ കേരള സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ എല്ലാ സീറ്റിലും MLA-മാരായിട്ട് ഇടതുപക്ഷക്കാരെ ജയിപ്പിക്കുന്ന ജില്ലയായി മാറാൻ കഴിയുന്ന ജില്ലയാണ് പാലക്കാട്. പാരമ്പര്യമുള്ള ജില്ലയാണ് പാലക്കാട്. അതുതന്നെയാണ് ശശി പോയാലും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അത് അതിപ്രധാനമാണ്. അതുകൊണ്ട് നല്ല ജാഗ്രതയോടുകൂടി, വളരെ ഗൗരവത്തോടുകൂടി ഇപ്പൊ നടന്ന ഇത് വലിയൊരു ഗൂഢാലോചനയാണ്. ഇത് കേവലമായി ഇന്നലെ നടത്തിയൊരു ഗൂഢാലോചനയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ദിവസം രാവിലെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. രാവിലെ ഉണ്ട്, പിന്നെ മറ്റേ കാറിന് ഇറങ്ങിയിട്ട് കല്യാണ മണ്ഡപത്തിൽ പോയിട്ട് അപ്പുറത്തേക്ക് വണ്ടി മാറി കയറാൻ പറ്റാത്ത പ്ലാറ്റ്ഫോമാണ്. അതിനൊരു തയ്യാറെടുപ്പെടുന്നുണ്ടോ? അതാണ് വഞ്ചന എന്ന് പറയുന്നത്. നല്ലൊരു തയ്യാറെടുപ്പ് നമ്മള് വർഗ ശത്രുക്കളുമായി ദീർഘമായ കാലത്ത് ഒക്കെ നടത്തിയിട്ടുണ്ടോ? പാർട്ടിയിൽ നിൽക്കുമ്പോ നമ്മളത് അങ്ങനെ കാണേണ്ട കാര്യമില്ല. പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളെ കുറിച്ചും ഈ പാർട്ടി അയാള് ഇങ്ങനെ പെരുമാറും എന്ന് കരുതുന്ന പാർട്ടിയല്ല. അങ്ങനെയല്ല പാർട്ടി. അപൂർവം ചില ജനുസുകൾ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്ത് അങ്ങനെ പുറത്തേക്ക് പോകുമ്പോ നമ്മുടെ പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ ആളുകളെ, നേതാക്കന്മാരെ നന്നായിട്ട് ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. നമ്മുടെ പാർട്ടി നേതൃത്വത്തിന് നല്ല ബഹുമാന്യത നമ്മൾ കൊടുക്കാറുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ പാർട്ടി നേതൃത്വം അങ്ങനെയാണ്. ത്യജിച്ചവരാണ്, ത്യാഗത്തിന്റെ വഴിയിലൂടെ വന്നവരാണ്. EMS നമ്മുടെ മുന്നിൽ വഴികാട്ടി. EMS കേരളത്തിലെ ഏറ്റവും വലിയ ജന്മകുടുംബങ്ങളിൽ ഒന്നിൽ ജനിച്ച് മരിക്കുമ്പോ EMS പേരിൽ ഒരു തരി മണ്ണ് അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നില്ല ഈ ഭൂമുഖത്ത് എന്നതായിരുന്നു EMS ഏറ്റവും വലിയ അഭിമാനം. എല്ലാം പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു EMS ഒരുപാട് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരുടെ നേതാക്കളെ താഴെത്തട്ടിൽ ചെറിയ വരുമാനമുള്ളവനും അതിന്റെ വരുമാനത്തിന്റെ ഒരു പങ്ക് പാർട്ടിക്ക് കൊടുത്ത് പാർട്ടിയെ സംരക്ഷിച്ച് പാർട്ടിക്കൊപ്പം അതിന്റെ എല്ലാ പാർട്ടിയുടെ വളർച്ചയിൽ, പാർട്ടിയുടെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നവരാണ്. പലരുടെയും ജീവിതത്തിലെ ഏക ആഹ്ലാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടുന്ന വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങളാണ്. ആ നിലയിൽ മഹാപൈതൃകമുള്ള നമ്മുടെ പാർട്ടിക്കകത്ത് പാർട്ടിയിൽ നിൽക്കുമ്പോ നമ്മൾ നല്ല സ്നേഹ ബഹുമാനങ്ങളോട് കൂടിയാണ് പെരുമാറിയത്. അത് തർക്കമില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലേ മണ്ണാർക്കാട്ട് എങ്ങനെയായിരുന്നു ശശിയുടെ സ്ഥാനം എന്ന്. അപ്പൊ ശശി വിചാരിച്ചു ഞാനൊരു മംഗലശ്ശേരി നീലകണ്ഠനാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുമ്പോഴാ. പാർട്ടിയിൽ നിന്ന് പോയാൽ ഒരു കീലേരി അച്ചുവാണ് എന്ന കാര്യം മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഇനി അധികം കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ പാർട്ടിക്ക് ഒരു പോറലും ഏൽക്കാതെ പാർട്ടിയെ സംരക്ഷിക്കാൻ പാലക്കാട്ടെ പാർട്ടി അതിന്റെ മഹാപൈതൃകത്തിന്റെ രാജവീതികളിലൂടെ കുതിച്ചു മുന്നോട്ട് പോകാൻ വർഗശത്രു ഈ കേരളത്തിൽ ഇടതുപക്ഷ മുന്നേറ്റത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി അവരെ തോൽപ്പിക്കാൻ നമുക്കാവുമെന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്ത് ഒന്നുകൂടി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സായാഹ്നത്തിലാണ് നമ്മൾ ഒത്തുചേർന്നത്. ഇവിടെ ഒത്തുചേർന്ന നമ്മുടെ സഖാക്കളുടെ നിശ്ചയദാർഢ്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് ആ പോരാട്ടം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. മഹാവിജയങ്ങൾ നേടിയെടുക്കണം. കേരളത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് ഈ പാർട്ടിക്ക് വളർച്ച ഉണ്ടാക്കാൻ ലോകത്താകെയുള്ള തൊഴിലാളി വർഗ മുന്നേറ്റത്തിലെ ഏറ്റവും കരുത്തുറ്റ കണ്ണികളിൽ ഒന്നാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വീണ്ടും ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന മഹാമുന്നേറ്റങ്ങളിൽ നമുക്ക് ഒരുമിക്കാനാകും എന്ന വിശ്വാസത്തെ അടയാളപ്പെടുത്തി എല്ലാവരെയും